സലഫികളുടെ ആത്മീയ ആചാര്യനും നേതാവുമായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? 1703 ജനിച്ച് 1791 മരണപ്പെട്ട ഇബ്ൻ അബ്ദുൽ വഹാബ് ആദ്യകാലത്ത് തൻ്റെ പിതാവിൽ നിന്നും അതുപോലെ പഠനം നടത്തിക്കൊണ്ട് ഇസ്ലാമിക വിജ്ഞാന മേഖലയിൽ കടന്നു വരികയും ശേഷം അദ്ദേഹം ഇസ്ലാമിക ലോകത്തേക്ക് ഒട്ടും പരിചയമില്ലാത്ത വിചിത്രമായൊരു വാദവുമായിട്ട് കടന്നു വരികയാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഭൂരിഭാഗവും ഷിർക്കിൻ്റെ അനുയായികളാണെന്നും മുസ്ലിമീങ്ങളെല്ലാം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അകലുന്നുകൊണ്ട് ബഹുദൈവ ആരാധനയിലേക്ക് മാറിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം വാദിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ ഈ വാദത്തിൻ്റെ കാരണത്താൽ ബസറയിൽ നിന്ന് നാട് കടത്തുകയാണ്. ശേഷം അദ്ദേഹം ഹുറൈമിലായിൽ വരികയും ഇതേ ആശയത്തിൻ്റെ പ്രചരണം തുടങ്ങുകയും ചെയ്യുകയാണ്. അവിടെ നിന്നും ഈ വിഷയത്തിൽ അദ്ദേഹത്തെ നാട് കടത്തിയും ശേഷം സ്വന്തം നാടായ ഉയൈനയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു തൻ്റെ ഈ ആശയ പ്രചരണത്തിന് ഒരു രാഷ്ട്രീയ അധികാരം അനിവാര്യമാണെന്ന്. അങ്ങനെ അവിടുത്തെ ഗവർണറായിരുന്ന ഉസ്മാൻ ബിൻ മുഅമ്മറിനെ സ്വാധീനിക്കുകയും ഒരു ഭീകര സേന രൂപീകരിക്കുകയും അതിൻ്റെ പേരിൽ ഭീകരാക്രമണങ്ങൾ തുടങ്ങുകയും ചെയ്യുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുകയും മക്ബറകൾ പൊളിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ തൻ്റെ അനുയായിയായ തൻ്റെ മകൻ്റെ ശിഷ്യനു കൂടിയായ ഇബ്നു ബിഷർ അദ്ദേഹത്തിൻ്റെ ഉൻവാനുൽ മജീദ് ഫി താരിഖ് നജിദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വദഖലു വഖത്ലു മൻ ഫീഹാ മൻ ഫിൽ അസ്വാഖി വൽ ബുയൂത്ത്, അങ്ങനെ കയറി വന്ന് വീടുകളിലും നാടുകളിലുമുള്ള ആളുകളെയെല്ലാം കൊന്നൊടുക്കിയ സംഭവങ്ങൾ അവർ തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം. ഹറമേനിയുടെ ആധികാരിക പണ്ഡിതനായ ഷെയ്ഖ് സൈനി ദഹ്ലാൻ അദ്ദേഹത്തിൻ്റെ ഖുലാസത്തുൽ കലാമിലും ഫിത്നത്തുൽ വഹാബി എന്ന ഗ്രന്ഥത്തിലൊക്കെ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് വയഖ്തുലൂന മൻ ഫിൽ മസ്ജിദി വഹുവ റാക്കിഉൻ ഔ സാജിദുൻ, പള്ളികളിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റുക്കൂഇലും സുജൂദിലുമായിരുന്ന ആളുകളെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ ഹനഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ആബിദിൻ അദ്ദേഹത്തിൻ്റെ റദ്ദുൽ മുഹ്താറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം സ്വാവി മാലിക്കി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഫിർഖത്തുൻ ളാല്ലത്തുൻ നസലത്ത് ബിൽ ഹിജാസി യുഖാലു ലഹുമുൽ വഹാബിയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആധുനിക ഖവാരിജുകൾ എന്നീ വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഹംബലി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹുമൈദ് അദ്ദേഹത്തിൻ്റെ സുഹബുൽ വാബില എന്ന ഗ്രന്ഥത്തിലും ഇദ്ദേഹത്തിൻ്റെ ഭീകരാക്രമണങ്ങളെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയൊരു വ്യക്തി. ഈ സമയത്ത് എനിക്ക് ഒരൊറ്റ ഹദീസാണ് ഓർമ്മ വരുന്നത്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമാ അതഖവ്വഫു അലൈക്കും റജുലുൻ ഖറഅൽ ഖുർആന വസഅ അഖാഹു ബിസ്സൈഫി വറമാഹു ബിശ്ശിർക്ക്. ഞാൻ നിങ്ങളെ മേൽ ഭയക്കുന്നത് ഒരു വ്യക്തിയാണ്, അവൻ ഖുർആൻ ഓതിക്കൊണ്ട് അവൻ്റെ സഹോദരനെ ശിർക്ക് ആരോപിക്കുകയും അതിൻ്റെ പേരിൽ വാളിനിരയാക്കുകയും ചെയ്യുമെന്നാണ്. ഇത്തരത്തിൽ പൂർണ്ണമായി ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമുക്ക് ഒരു ആത്മീയ ആചാര്യനായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക?